ഇതുവരെ ഡീകോഡ് ചെയ്യാൻ കഴിയാത്ത, എഐക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത മറ്റൊരു ലോകത്തിൻ്റെ സൂചന എന്ന് കരുതപ്പെടുന്ന ഒരു ബുക്കുണ്ട്. അതിൻ്റെ പേര് 1912 ഇറ്റലിയിലെ ഫ്രാസ്റ്റി നഗരത്തിന് സമീപമുള്ള ഒരു പഴയ ജെസ്യൂട്ട് മഠം. മറന്നുകിടന്ന ഒരു അലമാരയിൽ നിന്നാണ് ചരിത്രം നോക്കിയാൽ ആ പുസ്തകം പുറത്തു വന്നത്. അതിൻ്റെ കവർ പഴകിയതും പേജുകൾ വിചിത്രവുമായിരുന്നു. അകത്ത് നിറഞ്ഞിരുന്നത് ആർക്കും വായിക്കാനാകാത്ത എഴുത്തുകൾ. യഥാർത്ഥത്തിൽ ഇല്ലാത്തതുപോലെ തോന്നുന്ന സസ്യങ്ങളും നക്ഷത്രങ്ങളും ചിത്രങ്ങളും. അത് കണ്ട നിമിഷം വിൽഫ്രഡ് വോയ്നിച്ച് അറിഞ്ഞു, ഇത് ഒരു സാധാരണ പുസ്തകമല്ല. 1912 വിൽഫ്രഡ് വോയ്നിച്ച് ഈ പുസ്തകം വാങ്ങുമ്പോൾ അതിൻ്റെ താളുകൾക്കിടയിൽ തിരികെ വെച്ച ഒരു പഴയ കത്ത് അദ്ദേഹത്തിന് കിട്ടി. ഇതാണ് ആ പുസ്തകത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് ആകെയുള്ള ഒരേയൊരു സൂചന. പക്ഷേ ആ കത്ത് ആരെഴുതി? 1665-66 പ്രാഗ് നഗരത്തിലെ ജോഹന്നസ് മാർക്കസ് മാർസിൽ എന്നൊരാൾ എഴുതിയതാണ് ആ കത്ത്. ഏതനേഷ്യസ് ക്രിച്ചർ എന്ന റോമിലെ പ്രശസ്ത പണ്ഡിതന് വേണ്ടിയായിരുന്നു അത്. ഈജിപ്ഷ്യൻ ഹൈറോഗ്ലിഫിക്സ് വായിക്കാൻ തനിക്ക് കഴിയുമെന്ന് അവകാശപ്പെട്ടിരുന്ന ആളായിരുന്നു ക്രിച്ചർ. കത്തിലെ രഹസ്യം എന്തെന്നാൽ, ആ കത്തിൽ മാർസി പറയുന്നത് ഈ പുസ്തകം ഒരു കാലത്ത് വിശുദ്ധ റോമൻ ചക്രവർത്തിയായിരുന്ന റോഡോൾഫ് രണ്ടാമൻ്റെ കൈവശമായിരുന്നെന്നും അദ്ദേഹം ഇത് പ്രശസ്ത പണ്ഡിതൻ റോജർ ബെക്കൻ എഴുതിയതാണെന്ന് വിശ്വസിച്ച് 600 സ്വർണ്ണ നാണയങ്ങൾക്ക് വാങ്ങിയതുമാണെന്നും ഏകദേശം ഇന്നത്തെ കോടിക്കണക്കിന് രൂപ വില വരും. ഈ പുസ്തകം ഡീകോഡ് ചെയ്യാൻ ക്രിച്ചറിന് കഴിയുമെന്ന് മാർസി വിശ്വസിച്ചു. ക്രിച്ചറിന് അത് സാധിച്ചോ എന്നറിയില്ല. പക്ഷേ ആ പുസ്തകം പിന്നീട് ക്രിച്ചറിൻ്റെ ശേഖരത്തിൽ നിന്നാണ് 200 വർഷങ്ങൾക്ക് ശേഷം വോയ്നിച്ച് കണ്ടെടുക്കുന്നത്. ഇതുമാത്രമല്ല, മറ്റു നിഗൂഢ രഹസ്യങ്ങളും ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടത് സിഫ്സ് ലോ, ഭാഷയുടെ ഘടന. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ്. പുസ്തകത്തിലെ ഭാഷ വെറും അർത്ഥമില്ലാത്ത വരികളോ അക്ഷരങ്ങളോ അല്ല. ഇതൊരു യഥാർത്ഥ ഭാഷയുടെ എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ട്. സിഫ്സ് നിയമം എന്നൊരു ഭാഷാപരമായ നിയമമുണ്ട്. ഉദാഹരണത്തിന്, മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് ഒരു എന്നാണെങ്കിൽ രണ്ടാമത്തെ വാക്കിനേക്കാൾ ഏകദേശം ഇരട്ടിത്തവണയും മൂന്നാമത്തെ വാക്കിനേക്കാൾ 3 ഇരട്ടിത്തവണയും ഒരു ആവർത്തിക്കപ്പെടും. വോയ്നിച്ച് മാനുസ്ക്രിപ്റ്റ് ഈ നിയമം കൃത്യമായി പാലിക്കുന്നു. അതിനർത്ഥം ഇത് ഒന്നുകിൽ നമുക്കറിയാത്ത ഒരു യഥാർത്ഥ ഭാഷയാണ്, അല്ലെങ്കിൽ അവിശ്വസനീയമാംവിധം ബുദ്ധിപരമായി നിർമ്മിച്ച ഒരു തട്ടിപ്പ്. ഒഴുക്കുള്ള കൈ പുസ്തകത്തിലെ എഴുത്ത് വളരെ ഒഴുക്കുള്ളതാണ്. അതായത് എഴുതിയാൾ വളരെ ആലോചിച്ച് ഒരു കോഡ് ഭാഷ സാവധാനം എഴുതിയതുപോലെയല്ല, മറിച്ച് തനിക്ക് നന്നായി അറിയാവുന്ന ഒരു ഭാഷ അതിവേഗത്തിൽ എഴുതുന്നത് പോലെയാണ് കാണപ്പെടുന്നത്. ഇത് കോഡ് ബ്രേക്കർമാരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇതിലെ പ്രധാനപ്പെട്ട മറ്റൊരു നിഗൂഢതയാണ് ദ മിസ്സിംഗ് പേജസ്. പുസ്തകങ്ങളിലെ പേജ് നമ്പറുകൾ പരിശോധിക്കുമ്പോൾ പല പ്രധാനപ്പെട്ട താളുകളും അതിൽ നിന്ന് കീറി മാറ്റിയതായി കാണാം. ആ താളുകളിൽ ഒരുപക്ഷെ ഈ രഹസ്യം കണ്ടെത്താനുള്ള സൂചനകൾ ഉണ്ടായിരുന്നിരിക്കാം. ദ ഇൻവിസിബിൾ ഇങ്ക്. ചില ഗവേഷകർ പുസ്തകത്തെ അൾട്രാവയലറ്റ് ലൈറ്റിന് കീഴിൽ പരിശോധിച്ചിട്ടുണ്ട്. ചില പേജുകളിൽ മങ്ങിയ ചില എഴുത്തുകൾ തെളിഞ്ഞു വന്നെങ്കിലും അത് വായിക്കാൻ തക്കവണ്ണം വ്യക്തമായിരുന്നില്ല. അദൃശ്യമായ മഷി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന സംശയം നിലനിൽക്കുന്നു. ഈ പുസ്തകത്തിൽ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതായി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലെന്നാണ് മറുപടിയെങ്കിൽ ആരൊക്കെയോ ചേർന്നൊഴിവാക്കിയ താളുകൾ നിങ്ങൾക്ക് മറുപടി തരുന്നുണ്ടാകും. ഒരു പക്ഷേ അതിലുള്ള മഹാരഹസ്യങ്ങൾ ഇന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവരായിരിക്കില്ലേ ഏറ്റവും വലിയ ശക്തർ.